പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് 2025 മാർച്ച് മാസം 7-ാം തീയതി, അതായത് 1200 കുംഭമാസം 23-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:40-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. നാളത്തെ നക്ഷത്രം ശക്തമായ മകേരം നക്ഷത്രമാകുന്നു. മകേരം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. മൃഗശീർഷ എന്നാണ് സംസ്കൃതത്തിൽ മകേരം നക്ഷത്രത്തിന് ജ്യോതിഷത്തിലും പറയുക. മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവൻ രാശിയിലും അവസാനത്തെ 30 നാഴിക മിഥുനൻ രാശിയിലും വരുന്നു. ഇടവൻ രാശിയിൽ വരുന്ന മകേരം നക്ഷത്രക്കാർ പ്രായേണ സംയമശീലന്മാരും എടുത്തുചാട്ടക്കാരുമായിരിക്കില്ല. സ്ത്രീകൾക്ക് ഇടവൻ രാശി മകേര്യം വളരെ ഗുണമാണ്. മറിച്ച് മകേര്യം മിഥുനൻ രാശിക്കാർ പ്രായേണ പ്രകോപിതരാകും, പെട്ടെന്ന് എടുത്തു ചാടും. സ്ത്രീകൾക്കാണെങ്കിൽ അവരെക്കൊണ്ട് വളരെയധികം ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കഷ്ടപ്പെടുന്നത് കാണാം, മകേര്യം മിഥുനക്കൂറാണെങ്കിൽ. പക്ഷേ മറ്റ് പല മേഖലകളിലും ടെക്നിക്കലായ വിഷയത്തിലായാലും അല്ലെങ്കിൽ വ്യാപാരത്തിലായാലും എടുത്തുചാട്ടം ഒഴിച്ചാൽ മിഥുനൻ രാശിക്കാർക്ക് ഈ മകേര്യം നക്ഷത്രം വളരെയധികം ഗുണം ചെയ്യുന്നത് കാണാവുന്നതാണ്. നാളത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല, അഷ്ടമി തിഥിയാണ്. ഒരു ശുഭകാര്യത്തിൽ നാം ഉപയോഗിക്കാറുള്ള അഷ്ടമി തിഥി. അത് കഴിഞ്ഞാൽ പിന്നെ രിക്താതിഥിയാണ്. ദുർബലമായ സാമ്പത്തികമായ ഗുണം തരാത്ത ഒഴിഞ്ഞ തിഥിയാകുന്നു നവമി. അതിനാൽ അഷ്ടമിയായാലും നവമിയായാലും സാമ്പത്തിക വിഷയത്തിൽ നാളത്തെ ദിനത്തെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, എടുത്തു ചാടരുത്. പ്രത്യേകിച്ച് ഊഹക്കച്ചവടം, ഷെയർ ട്രേഡിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ ധനനഷ്ടമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നാളെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ മുഹൂർത്തം വേണമെങ്കിൽ കാലത്ത് 9:30 മുതൽ 10:30 മണി വരെയുള്ള രാഹുകാലം വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ ദിനത്തിന് വെള്ളിയാഴ്ചയാണ്, മകേരം നക്ഷത്രമാണ്. നിങ്ങൾക്ക് നാളെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യാം, അല്ലെങ്കിൽ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് സ്വയംവര അർച്ചന നാളെ വെള്ളിയാഴ്ച ചെയ്യുന്നത് വളരെ ഉപകരിക്കും. മകേര്യം നക്ഷത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി ചെയ്യുക. ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ടി ചെയ്യുക, കർമ്മമുട്ടി ചെയ്യുക, ദേഹമുട്ട് ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കാടാമ്പുഴയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ വളരെയധികം നിങ്ങൾക്ക് തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ദേവിക്ക് ഭക്തരുടെ നീണ്ട നിര തന്നെ കാണുവാൻ കഴിയുക. ചൊവ്വയും വെള്ളിയും ഭദ്രകാളിക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. അന്നേ ദിവസമാണ് ആയിരക്കണക്കിന് തേങ്ങ കൊണ്ട് ഭക്തർ, ചില അമ്പലങ്ങളിൽ ഭക്തർക്ക് സ്വയം ചെയ്യാം. കാടാമ്പുഴ പോലുള്ള ക്ഷേത്രത്തിൽ തിരുമേനിമാർ കർമ്മമുട്ട് സ്വയം ചെയ്യുകയാണ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.